ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 11-ാമത്തെ തിരുവചനം. അതിനുശേഷം അവൻ നായിൻ എന്ന പട്ടണത്തിലേക്ക് പോയി. ശിഷ്യന്മാരും വലിയ ഒരു ജനക്കൂട്ടവും അവനെ അനുഗമിച്ചു. പരിശുദ്ധ തൃത്യേക ദൈവത്തിന് സ്തുതി. ശിഷ്യന്മാരുടെ വൃന്ദത്തിനോടൊപ്പം തന്നെ ആരാധിക്കുന്ന, തന്നെ ബഹുമാനിക്കുന്ന ഒരു വലിയ ജനക്കൂട്ടം, പലവിധ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവർ, മനസ്സിൻ്റെ ശാന്തിക്കായി ഈ വലിയ ഗുരുവിൻ്റെ വചനങ്ങൾ കേട്ടാൽ മാത്രം മതി എന്ന മോഹത്തിൽ എൻ്റെ വേദന, എൻ്റെ രോഗം അത് മാറ്റിത്തരുവാൻ കഴിവുള്ളവൻ ഇവൻ മാത്രമാണ്, ഇവൻ എന്നിൽ കനിയും എന്ന വലിയ പ്രതീക്ഷയിൽ നായൻ എന്ന പട്ടണത്തിലേക്ക് പോകുവാൻ പുറപ്പെടുന്ന യേശുവിനെ വിടാതെ പിൻചെന്ന് തൻ്റെ ശിഷ്യഗണവും വലിയൊരു കൂട്ടം ജനാവലിയും ആ പട്ടണത്തിലേക്ക് യേശുവിൻ്റെ ഒപ്പം പ്രവേശിക്കുകയാണ്. ഒരുപക്ഷെ ഈ പട്ടണത്തിലും അനേകം ആളുകൾ ഇതിനു മുൻപ് അവനെ കേട്ടിട്ടുള്ളവരാകാം. അവനിൽ നിന്ന് സൗഖ്യം ലഭിച്ചിട്ടുള്ളവർ അവരുടെ ഇടയിലുണ്ടാകാം. അവരെല്ലാവരും വളരെ സന്തോഷത്തിലാണ്. കാരണം അവരെല്ലാവരും വിശ്വസിക്കുന്ന ദൈവത്തിൽ നിന്നുള്ള ഒരു ശ്രേഷ്ഠ മനുഷ്യൻ അവരുടെ ഇടയിലേക്ക് കടന്നു വരുന്ന സമയം. അവൻ മെശിഹായാണെന്ന് കറകളഞ്ഞ് വിശ്വസിക്കുന്നവർ അവരിലുണ്ട്. അവനൊരു വലിയ പ്രവാചകനാണെന്ന് കരുതുന്നവരും അവരുടെ ഇടയിലുണ്ട്. കൂട്ടത്തിൽ അവനെ വെറുക്കുന്ന, അവനിൽ കുറ്റം കണ്ടുപിടിക്കാൻ മാത്രം അവന് പിൻചെല്ലുന്ന ചിലരും ഉണ്ടായിരുന്നിരിക്കണം. ആ പട്ടണത്തിൽ ആ സമയം അവനോടൊപ്പം നയൻ എന്ന യേശു ഇപ്പോഴുള്ള ഈ പട്ടണം തൻ്റെ സ്വന്തം വാസസ്ഥലമായിരുന്ന നസ്രയത്തിൽ നിന്നും ഏകദേശം 10 കിലോമീറ്റർ മാത്രം ദൂരത്തുള്ള ഒരു പട്ടണമാണ്. ഗലീലി ജില്ലയുടെ തെക്കുഭാഗത്തുള്ള ഒരു ചെറിയ പട്ടണം. ഇന്നും ഇസ്രായേലിൽ ഒരു അറബി വില്ലേജായി നെയിൻ എന്ന സ്ഥലം മൗണ്ട് താബോറിനടുത്തായി സ്ഥിതി ചെയ്യുന്നു. 1948 അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ നശിപ്പിക്കപ്പെട്ട ഒരു പട്ടണം. ഈ ചെറിയ പട്ടണത്തിലെ ആളുകൾക്ക് അന്ന് യേശു ആ പട്ടണത്തിൽ പ്രവേശിക്കുന്നതുവരെ ഉള്ള ഒരു സ്വകാര്യ അഹങ്കാരമുണ്ടായിരുന്നു. എന്തായിരുന്നു അത്? ദൈവത്തിൻ്റെ വലിയ പ്രവാചകന്മാരിൽ ഒരാളായിരുന്ന ഏലീശ ശൂനേം സ്ത്രീയുടെ മകനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ച സംഭവം നടക്കുന്ന ശൂനേം എന്ന സ്ഥലം നയൻ എന്ന ഈ ചെറിയ പട്ടണത്തിൽ നിന്നും 800 മീറ്റർ മാത്രം ദൂരത്തിൽ നടന്ന ഒരു സംഭവമായിരുന്നു. ഏകദേശം 900 വർഷങ്ങൾക്ക് മുൻപ് നടന്ന, അവരുടെ പൂർവ്വ പിതാക്കന്മാർ പറഞ്ഞറിഞ്ഞ് കേട്ടിട്ടുള്ള, പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ കൂടി വായിച്ചറിഞ്ഞിട്ടുള്ള ഒരു വിധവയുടെ മരിച്ച കുഞ്ഞിനെ ഉയർപ്പിച്ച ഏലീശായുടെ വലിയ അത്ഭുതം നടന്ന തങ്ങളുടെ തൊട്ടടുത്ത സ്ഥലം ശൂനേം ഗ്രാമം. അത്രയും കാലം ഒരു സ്വകാര്യ അഹങ്കാരമായി കൊണ്ട് നടന്നിരുന്ന ശൂനേം ഗ്രാമത്തിലുള്ളവരും ഇതാ ഇന്ന് ഈ ദിവസത്തിൽ ആ ഗ്രാമത്തിന് തൊട്ടടുത്തുള്ള നയൻ എന്ന ചെറിയ പട്ടണത്തിലെ നിവാസികളും ഈ ദിവസത്തിൽ അവരുടെ കൺമുന്നിൽ വെച്ച് വലിയ ഒരത്ഭുതം നടക്കുവാൻ പോകുന്നത് കാണുകയാണ്. അതെ, നമുക്കും നമ്മുടെ കണ്ണുകളെ തുറക്കാം. നമ്മുടെ ആത്മാവിൻ്റെ അകക്കണ്ണിലൂടെ നമ്മുടെ ജീവിതത്തിൽ അവൻ ചെയ്യുന്ന ചെറുതും വലുതുമായ അത്ഭുതങ്ങൾ, ജീവിത സാക്ഷ്യങ്ങൾ, അത് കാണുവാനുള്ള വെളിച്ചം, നല്ല പ്രകാശം നമ്മുടെ അകക്കണ്ണുകൾക്ക് കൂട്ടായി നമുക്ക് ലഭിക്കട്ടെ എന്ന് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസം നേരുന്നു.